ഇത് എലപ്പല്ല എലപ്പത്തിലേക്ക് ഒരു വേറൊരു സാധനം ചേർത്തിട്ട് ഒരു വേറൊരു അപ്പാക്കിയത് നല്ല ഉണ്ടാവേ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യമില്ല നമ്മൾ എപ്പോഴും ആക്കുന്നില്ല, നോർമൽ അരിപ്പൊടി ഉപ്പും പിന്നെ മാങ്ങയില്ല നല്ല പാങ്ങലൊന്ന് പേസ്റ്റ് ആയിട്ട് അടിച്ച് നല്ല പൂത്ത മാങ്ങനെ എടുത്തോവേ. പൂത്തതില്ലെങ്കിൽ പിന്നെ പാങ്ങുണ്ടാവില്ല. പിന്നെ വെള്ളം കൂട്ടിയിട്ടില്ല സാധാരണ പോലെ കുഴക്കണം. കുഴച്ചതിന് ശീലം കുറച്ച് കുഴച്ചതിന് ശീലം ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ടോ. നെയ്യ് കുറച്ച് ഏറെ വേണോ ഇരിക്കാവേ. അതിൽ നല്ല പാങ്ങലൊന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ചോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ബെല്ലം ഇട്ടിട്ടില്ലേ അതൊന്ന് ഉരുക്കണം. ഇന്ന് നമുക്ക് 3 ഇല കിട്ടീന്. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നമ്മൾ നോർമലാക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇതിലേക്ക് വേണ്ട സാധനം എന്താ പറയുക, നെയ്യാണ്. ഇതിലേക്ക് നെയ്യ് കുറച്ച് കൂടുതൽ വേണം. നെയ്യ് ഇട്ടിട്ടില്ലേ അതിനൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശീലം ഒരു ഇലൻ്റെ മുകളിലേക്ക് ഈ ഒരു പിട്ടില്ലേ ഇപ്പോൾ അടുത്ത അതൊന്നുമില്ല നല്ല നേർങ്ങനാക്കിയിട്ട് പരത്തി കൊടുക്കണം. തടിച്ചെങ്കിൽ അത് പാങ്ങണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുമല്ലോ. അങ്ങനെ നല്ല പാങ്ങല കയ്യിൽ തന്നെ വരുത്തണം. കയ്യിൽ ആക്കിയ ടേസ്റ്റ് തന്നെ എന്തിലും അച്ചിൽ വരുത്തുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ ആ പണ്ടോട്ട് അതിൻ്റെ മുകളിൽ തന്നെ നേന്ത്രങ്ങായി ബാക്ക് ഔട്ടിട്ടില്ല ഇതൊന്നും നല്ല പാങ്ങൽ സൈഡെല്ലാം പറ്റിക്കണോ. അല്ലെങ്കിൽ ചട്ടിയിലുണ്ടാവും ആ പാതി ബെല്ലത്തിൻ്റെ വെള്ളം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെച്ചാൽ കഴിയാവും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഏലപ്പം പോലത്തെ ടേസ്റ്റാന്ന് വെച്ചാൽ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എക്സ്ട്രാ എൻ്റെ കസിൻസ് എല്ലാം ഉണ്ടായി ഇത് തിന്നാൻ. നോക്കട്ടെ ഓരോ കമൻ്റ് എല്ലാം വരുന്നത് നല്ല ഉണ്ടാവും. ട്രൈ ആക്കിയിട്ട് തയ്ക്കോ.